പോവാണോ? കഴിഞ്ഞു ഇറങ്ങിയില്ല. എന്താ ജിനുവിന്റെ മുഖത്തെ ഒരു സന്തോഷം. ആദ്യ ഭാര്യേനെയും അതിലുള്ള ദേവൂട്ടി എന്ന് പറയുന്ന കുഞ്ഞിനെയും എല്ലാം ഉപേക്ഷിച്ച കഥകളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഭാര്യേനെയും കുഞ്ഞിനെയും ഒന്നും തിരിഞ്ഞു നോക്കാതെ കണ്ടവന്റെ ഭാര്യേനെയും കണ്ടവന്റെ മകളെയും ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് കല്യാണ വേദികളിലും അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളും ഒക്കെ അറ്റൻഡ് ചെയ്ത് നടന്നിട്ട് എന്ത് കിട്ടാനാണ് ജിനുവെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആയിക്കോട്ടെ, രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തുന്നതോ ഒന്നും ആയിട്ടുള്ള ആദ്യത്തെ കലാകാരനോ ആദ്യത്തെ മനുഷ്യജീവിയോ ഒന്നും അല്ല ജിനു. പക്ഷെ അത് ചെയ്യേണ്ടതും അതിനുവേണ്ടി ചെയ്തു കൊടുക്കേണ്ടതുമായ നിയമപരമായ കുറെ കാര്യങ്ങളുണ്ട്. ദേവൂട്ടി എന്ന ആദ്യത്തെ മകളെയും തനൂജ എന്ന ആദ്യത്തെ ഭാര്യേനെയും നാണം കെടുത്താവുന്നതിന്റെ മാക്സിമം നിങ്ങൾ നാണം കെടുത്തിയതാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ ദേവൂട്ടിയുടെ മുമ്പിൽ കൂടെ തന്റേതല്ലാത്ത കുഞ്ഞിനെയും അല്ലെങ്കിൽ മറ്റാരുടെ ഭാര്യയായിരുന്ന വ്യക്തിനെയും കൊണ്ട് എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ് എന്നൊക്കെ പൊക്കി പിടിച്ച് നടക്കുമ്പോൾ ദേവൂട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആ അമ്മയ്ക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ അവരെയും നിങ്ങളുടെ ആദ്യത്തെ മകളെയും ഒന്നും വിഷമിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ആ വീഡിയോകളൊന്നും മലയാളികൾ മറക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയത് വലിയൊരു ഞാൻ പറഞ്ഞില്ലേ, എന്നെ അറിയാവുന്നവർക്കൊക്കെ നമ്മളെ അറിയാം കേട്ടോ. അപ്പൊ ഞാൻ വലിയൊരു ട്രാജഡിയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനൊന്നും ആയിത്തീരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ്. തീർച്ചയായിട്ടും തകർന്ന് താഴെ പോകുമെന്ന് പറഞ്ഞാൽ എന്നെ ഇവരാരും എന്നെ കളഞ്ഞില്ല, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അതിന് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുവരുന്നു. പിന്നെ ചേർത്ത് പിടിച്ചു. വളരെ വളരെ നല്ല കാര്യം. ജിനു വളരെ ട്രാജഡിയിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ച ആൾക്കാരല്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ അത്രയധികം വിഷമിച്ച ട്രാജഡിയിലൂടെ കടന്നുപോയ എന്റെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെല്ലാമാണ് ജിനു ഘോരം പറയുന്നത്. അറിയാൻ മേലാത്തോട് ചോദിക്കുക, ജിനു ഈ ട്രാജഡി എന്ന് പറയുന്നത് ആദ്യ ഭാര്യയും മകളും ആ ദാമ്പത്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യത്തിൽ ഇരിക്കെ തന്നെ ഒരു അവിഹിതത്തിന് പോയത് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ തേടി കണ്ടുപിടിക്കാൻ പോയത് ജിനു അല്ലേ? സോ ട്രാജഡി എന്ന് പറയുന്ന പേരിൽ ഉദ്ദേശിക്കുന്ന കാര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതിന്റെ കാരണവും ജിനു തന്നെയല്ലേ? ഇനി ആദ്യ ഭാര്യനെ ഇഷ്ടമല്ല, ആ വിവാഹത്തിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ആളെ മാന്യമായി കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ വാട്ടെവർ ഇറ്റ് ഈസ്, ആദ്യത്തെ ഭാര്യനെ പൂർണ്ണമായി നിയമപരമായി ഒഴിവാക്കിയതിനു ശേഷം രണ്ടാമത് ഒന്നിലേക്ക് പോകണമായിരുന്നു. ഒന്നിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനു ശേഷം ട്രാജഡി ആയി അല്ലെങ്കിൽ കോമഡി ആയി എന്നൊക്കെ പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സുഹൃത്തുക്കൾ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജിനുവിന്റെ വ്യക്തിപരമായ കാര്യം, നല്ല കാര്യം. ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു താഴ്ച വരുമ്പോൾ അത് സ്വന്തം കയ്യിലിരിപ്പുകൊണ്ടാണ് വന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ പോലും സുഹൃത്തുക്കളും ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ലേഡിയും ഒക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഇനി എന്താണ് ബാക്കിയും കൂടെ കേൾക്കണ്ടേ? നമുക്ക് കേൾക്കാം. ജിനുവിന്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും ഡയലോഗുകളും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ ചേച്ചിയോട് ഇത്ര നേരമായിട്ട് വന്നിരുന്നിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പം വീട്ടില് ചേട്ടൻ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ ഫ്രണ്ട്സ് ആയാലും കൂടുതൽ ഫ്രണ്ട്സ് ആയാലും ഫാമിലി അവരുടെയൊക്കെ ഒരു സമീപനം അങ്ങനെയാണ്. ഇങ്ങനെ എന്താണ് പരിപാടി, എവിടെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇമേജ് അവിടെയും കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ പറയപ്പെടുന്നത് എങ്ങനെ, ഞാൻ തന്നെ പറഞ്ഞിരിക്കും ഒരു ജിനുവിന്റെ വൈഫല്ലേ. എന്നോട് എല്ലാവരും ശരി ചോദ്യം, ചേട്ടാ വീട്ടിലും ഇങ്ങനെയാണ് ഓൾവേസ്, ചേട്ടാ എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടാ ദേഷ്യപ്പെട്ട് കാണുന്ന ഒറ്റ പ്രാവശ്യമുള്ളൂ. ചേട്ടൻ ദേഷ്യപ്പെടാറില്ലേ? ഞാനിവിടെ എന്ത് കലിപ്പന്റെ കാന്താരിയാണോ? സന്തോഷം കണ്ടില്ല. നല്ല കാര്യം, സന്തോഷത്തോടെ ഇരിക്കട്ടെ. പക്ഷെ പഴയതൊന്നും മറക്കരുത് എന്ന് മാത്രം. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയാലും ആൾക്കാർ എന്നെ കാണുമ്പോൾ ജിനു ഗോപിയുടെ വൈഫല്ലേ എന്ന് ചോദിക്കും എന്നാണ് ഇവിടെ വീണ പറയുന്നത്. ജിനു ഗോപിയുടെ ഇപ്പോഴത്തെ വൈഫല്ലേ എന്നല്ലല്ലോ അല്ലേ ചോദിക്കുന്നത്, വൈഫല്ലേ എന്നല്ലേ? നല്ല കാര്യം, അങ്ങനെ ആയിക്കോട്ടെ. ജിനു ഗോപിയുടെ അറിയപ്പെടുന്ന കലാകാരനാണ്, അയാൾക്ക് കല ഉള്ളിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, തെളിയിച്ച കാര്യം തന്നെയാണ്. സോ കലാകാരൻ എന്ന രീതിയിൽ അയാളെ കുറ്റം പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ അയാൾ കലാകാരനല്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വ്യക്തി ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ ഭാര്യ പറയുന്നത് ചേട്ടായിക്ക് അങ്ങനെ ദേഷ്യം വരാറില്ല. ചേട്ടായിക്ക് ദേഷ്യം വരുന്ന ഒരു ഒറ്റ കാര്യത്തില്ല. ഒറ്റ കാര്യം എന്നാ നിങ്ങൾക്ക് അറിയണ്ടേ? ലിപ്സ്റ്റിക് ഇടുന്ന കാര്യത്തിലാണ് ചേട്ടായിക്ക് ദേഷ്യം വരുന്നത്. ഇങ്ങനെയൊക്കെ കളി ചിരിച്ച് ഇപ്പോഴത്തെ കുടുംബജീവിതത്തെ കുറിച്ച് വാചാലയാകുമ്പോൾ ഇതിനു മുമ്പ് കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങളും ഇതിനു മുമ്പത്തെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാക്കിയതിനു ശേഷം DNA ടെസ്റ്റ് ചോദിച്ചത് ഒന്നും മറന്നു പോകരുതേ ജിനു. എന്റെ കൊച്ചല്ല അല്ല ജിനു, ഒന്നും കൂടെ പറ. എനിക്കിത് കോടതി കൊടുക്കണം, പറ. എന്റെ കൊച്ചാണോ? DNA ടെസ്റ്റ് ആണല്ലേ? എല്ലാരും കണ്ടല്ലോ, ഈ വ്യക്തിയുടെ മഹത്വം കണ്ടല്ലോ. എന്നാ പൈസ കേട്ടാ, പൈസ ഇല്ല
നിന്റെയും എന്റെയും കൊച്ച് എന്ന് പറയുന്ന ദേവൂട്ടി എന്റെ കൊച്ചാണോ എന്നറിയാൻ വേണ്ടി എനിക്ക് DNA ടെസ്റ്റ് കാണണം, DNA ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് കൊണ്ടുവരണം എന്നൊക്കെ ജിനു ഗോപി തനുജയോട് പറയുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തനുജയുടെ ചാനലിൽ കൂടെ തന്നെ വൈറലായ ഒരു വീഡിയോ ആണ്. എന്നിരുന്നാൽ പോലും വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ആദ്യ ഭാര്യയോട് നിന്റെ മകൾ എന്റെയും കൂടെ മകളാണെന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും അധപ്പതിച്ചു പോയൊരു വ്യക്തിയാണ് ജിനു ഗോപി എന്ന് പറയുന്നത്. അതിനുശേഷം മലയാളികളെ മുമ്പിൽ വന്ന് സ്കിറ്റ് കളിച്ചാലും അല്ലെങ്കിൽ നാടകം കളിച്ച് എത്രത്തോളം മലയാളികളെ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞാലും വ്യക്തി ജീവിതത്തിൽ താൻ കാണിച്ച കാര്യങ്ങളൊന്നും മനുഷ്യരാരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം മാറിയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അത് നോട്ട് ദ പോയിന്റ്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഇല്ല അങ്ങനല്ല, നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മളായിട്ട് പിന്നെ ഒരിക്കലും ആവരുത്. അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചില്ലേ, നമുക്കിങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവർ സ്വയം ചിന്തിച്ചാലല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ലോകം നല്ല രീതിയിൽ മാറട്ടെ, ഇതെല്ലാം മാറി നല്ല ഹാപ്പി ആയിട്ടുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും അടിപൊളി ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കയ്യിരിപ്പ് കൊണ്ട് അത് ചെയ്യാനും പ്രാവർത്തികമാക്കാനും കൂടെ ശ്രമിക്കണം എന്നാണ് ജിനുവിനോടുള്ള എന്റെ ഒരു എളിയ റിക്വസ്റ്റ്, എളിയ അപേക്ഷ എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ് എന്ന് ജിനുവിൻ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ വീണ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മദ്യപാനമോ പുകവലിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ദുശീലവും സ്വന്തമായിട്ട് തീരുമാനിച്ചാലേ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് ജിനു ഡയലോഗ് അടിച്ചൊന്ന് വരുമ്പോഴാണ് വീണ ഇടയ്ക്ക് കയറി നോട്ട് ദ പോയിന്റ്, അതായത് സ്വന്തം കാര്യത്തിലും അത് പ്രാവർത്തികമാക്കണമെന്നാണ് ഇപ്പോഴത്തെ ഭാര്യ പറയാൻ ഉദ്ദേശിച്ചത്. അത് ജിനുവിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ഞാൻ ഉൾക്കൊള്ളുന്നു. പിന്നെ ജിനു പറയുന്നുണ്ട് എല്ലാവരും സമാധാനമായിട്ടിരിക്കട്ടെ, എല്ലാ മക്കളും എല്ലാ മനുഷ്യന്മാരും സന്തോഷമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റട്ടെ എന്നൊക്കെയുള്ള ആശംസകളും അങ്ങനെയുള്ള ഉത്ബോധിപ്പിക്കുന്ന സദ്വചനങ്ങളും ഒക്കെ ജിനുവിന്റെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. കാരണം വ്യക്തി ജീവിതം കൊണ്ട് ഇമാതിരി സദ്വചനങ്ങളെല്ലാം പ്രാവർത്തികമാക്കി കാണുന്ന ഒരു മനുഷ്യനാണല്ലോ ജിനു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളൊന്നിനും പോകുന്നില്ല. എൻ്റെ ലൈവൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു തെറി പറയുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ തെണ്ടി തിന്നാണ്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അതിന് പോലും എൻ്റെ മോൾക്ക് ഫുഡും ഡ്രസ്സും മേടിച്ചു കൊടുത്താൽ പറയുന്നതാണ് മറ്റുള്ളവരും തെണ്ടിയിട്ടാണ് തിന്നുന്നത്. ജീവിക്കോ ഇല്ല, അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു രീതിയിലുള്ള സഹായം കൊടുക്കത്തുമില്ല, എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാന്ന് വെച്ചാൽ ജീവിപ്പിക്കത്തുമില്ല. എന്തൊരു തരം മനുഷ്യരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തനുജ ഇവിടെ പറയുന്നത് കമന്റ് ബോക്സിൽ വന്ന് മോശമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വെറുതെ ആരോപണങ്ങൾ ഇടുന്നു, പിച്ച തെണ്ടി തിന്നുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി എന്റെ മോൾക്കൊരു വസ്ത്രമോ ആഹാരമോ മേടിച്ചു കൊടുത്താൽ പോലും പിച്ച എടുത്ത് തിന്നുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലൈവിലായാലും വീഡിയോകളിലായാലും തനുജ ആയാലും ദേവുട്ടി ആയാലും മോശമുള്ള വാക്കുകളോ അസഭ്യമായ ഭാഷകളോ ഒന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് ജിനുവിന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ ലൈവുകളൊക്കെ നേരത്തെ കണ്ടാൽ അസഭ്യം മാത്രമേ ഉള്ളൂ. ഒരു രീതിയിലും കുടുംബപരമായിരുന്നു കേൾക്കാൻ പറ്റുന്ന ലൈവുകളൊന്നും ആയിരുന്നില്ല. വളരെയധികം മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ട വർത്താനങ്ങളും ഒക്കെ ഇവരുടെ ലൈവുകളിലൂടെ വന്നിട്ടുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത് യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്നും തുടങ്ങിയ പരിപാടികളല്ലല്ലോ. അത് പലരും ചെയ്യാറുണ്ട്, പല കുടുംബങ്ങളും ചെയ്യാറുണ്ട്, നമ്മളതെല്ലാം കണ്ടിട്ടുമുണ്ട്. എന്തു തന്നെയായാലും ജിനുവിനോട് പറയാനുള്ളത്, കറുത്ത മാച്ചിങ് വസ്ത്രങ്ങളെല്ലാം ഇട്ട് കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചിട്ട് നല്ല ആഷ് വോഷ് ആയിട്ട് കല്യാണ പരിപാടിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ സ്വന്തം ഭാര്യനെയും സ്വന്തം കുഞ്ഞിനെയും കൂടെ ഒരിക്കലെങ്കിലും ഓർക്കുക. ഇടയ്ക്കെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ആദ്യ ഭാര്യനെ വിട്ടേക്കും, സ്വന്തം കുഞ്ഞിനെ ദേവൂട്ടിനെ എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയും ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയും അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ സ്നേഹവും കൂടെ കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ കണ്ടവരെ കാണുമ്പോൾ ആദ്യ വർഷം മുതലേ കൂടെ ഉണ്ടായിരുന്ന മകളെയും ഭാര്യനെയും മറക്കാതിരിക്കുക എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. സ്വന്തം തീരുമാനമാണ്, സ്വന്തം ജീവിതമാണ്. ഒരു വിവാഹം പാളിച്ചകൾ പറ്റിയ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ നിങ്ങളുടെ സ്വന്തം ചോരയെ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ അപ്പാടെ അവോയ്ഡ് ചെയ്ത് അതിനോട് DNA ടെസ്റ്റ് ചോദിച്ചിട്ടല്ല മറ്റൊരാളുടെ കുഞ്ഞിനെയും മറ്റൊരാളുടെ ഭാര്യനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകളും എന്റെ അഭിപ്രായങ്ങളും മാത്രമാണ് ഞാൻ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ